എല്ലാ കുട്ടികൾക്ക് ശുഭദിനം തരുന്നുണ്ട്. നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിഥുനും ശരത്തും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് മിഥുൻ പറഞ്ഞു, കണ്ടോ, ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവള് എന്റെ അടുത്തേക്ക് വരാനായിട്ട് പോവാ ആ മിത്ര എന്ന് പറയണ. ഇത് കേട്ട് ഇവ ശരത്ത് ചോദിച്ചു, എടാ പ്രശ്നം ആകുമോന്ന് ചോദിക്കുകയാണ്. എങ്ങനെ പ്രശ്നം ആവാനായിട്ട്? ഒരു പ്രശ്നം ആവാൻ പോകുന്നില്ല. കൊടൈക്കനാലും ഞാൻ റൂമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. അവളെയും കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോകും. പിന്നെ അറിയാലോ, അവൾ എന്റേതായിട്ട് മാറൂടാ എന്നൊക്കെ പറയണം. അല്ല, അത് അവളുടെ വീട്ടുകാരറിയുമ്പോ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നമാവാനായിട്ട്? പിന്നെ ആ ലോക് ചിലപ്പോ ഞാൻ അവളെ കടത്തിക്കൊണ്ട് പോയെന്നറിയുമ്പത്തേനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമായിരിക്കും. എന്നാലും അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എങ്ങനെ നേരിടണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം. ഈ മിഥുനോട് കളിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കളി പഠിപ്പിക്കുന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൾ വരാതിരിക്കില്ല. എന്റെ സ്വഭാവം ശരിക്കും അവൾക്ക് അറിയാവുന്നതുകൊണ്ട് അവൾ ഉറപ്പായിട്ടും വരുമെന്ന് പറയണം. എന്നാലും സൂക്ഷ്യം കണ്ടും വേണമെന്ന് പറയാം. ഒന്നോർത്ത് പേടിക്കണ്ട നീ എന്ന് പറയണം. ശരത്ത് പറഞ്ഞു, എന്നാൽ ശരി, നീ പോയി റെഡിയാകാൻ പറയണം. അങ്ങനെ മിഥുനകത്തേക്ക് റെഡിയാവാനായിട്ട് പോവുകയാണ്. ഈ സമയത്ത് മിത്രയും ആര്യനും കൂടെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ബാലൻ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് മിത്ര പറഞ്ഞു, ആര്യ തെങ്ങ് നോക്കുന്നത് ആര്യ പോകുന്നതെന്ന്. ആ ദേ അങ്കിള് നടന്നു പോണെന്ന് പറയണ. വണ്ടി നിർത്താൻ പറയണ. അങ്ങനെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ചോദിച്ചു, അല്ല നിങ്ങളിത് എങ്ങോട്ടാ രണ്ടുപേരും? നിനക്കിന്ന് കോളേജ് ഇല്ലല്ലോ മോളേന്ന് ചോദിക്കണ. അല്ല അത് പിന്നെ അങ്കിളെ ഞാന് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരും കയറി പറഞ്ഞു, അത് പിന്നെ മിത്രയുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇങ്ങനെയൊന്ന് ആകെപ്പാടെ നോക്കിയിട്ട് ബാലൻ ചോദിച്ചു, അല്ല ഏത് ഫ്രണ്ടിനെയാ മോളെ കാണാൻ പോണേന്ന് ചോദിക്കുക. അത് പിന്നെ എൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ടിനെയാ എന്ന് പറയണ. അന്നൊരു കാര്യം ചെയ്യുക, ബാ ഇറങ്ങുക, ഇറങ്ങിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാന്ന് പറയണ. അത് വേണ്ടങ്ങളെ, കുഴപ്പമില്ലാന്ന് പറയണ. അങ്കിള് പോയിക്കോ. അല്ല അങ്കിൾ ഇത് എങ്ങോട്ട് പോയതാന്ന് നിൽക്കും. ഞാനിവിടെ അടുത്ത് ബാങ്ക് വരെ ഒന്ന് പോയതാന്ന് പറയണ. എന്നാ ശരി അങ്കിളെ പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ശരി, അത് കുറച്ച് ധൃതി ഉള്ളതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അവര്. ഈ സമയം ബാലിനോർത്തു, എന്തോ ഒരു പന്തികോടുണ്ടല്ലോ മുഖത്ത്, എന്തോ ഒരു ടെൻഷൻ രണ്ടുപേരുടെ മുഖത്തുണ്ട്. എന്താന്ന് മനസ്സിലാകുന്നില്ല. എന്തോ കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് ദൂരം വണ്ടി അങ്ങോട്ട് ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആര്യനോട് ആര്യ ഒരു മിനിറ്റ് ഒന്ന് നിർത്താൻ പറയണം. എന്താ കാര്യം? എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ തോന്നണെന്ന് പറയണം. ടെൻഷൻ അടിക്കണ്ട, ഞാനില്ലേ കൂടെ. പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? എന്ത് വന്നാലും ഏത് വന്നാലും ഈ ആരും നിന്നെ കൈവിടില്ല. എന്തിനും ഏതിനും ഫുൾ സപ്പോർട്ടായിട്ട് ആരും കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയണം. അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ സമയം അടുക്കും തോറും എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വെപ്രാളം വിറയിലൊക്കെയാന്ന് പറയാം. അതൊന്നും ഓർത്ത് ദേ മിത്ര നീ വിഷമിക്കണ്ട. അറിയാലോ, നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ഇനി മുന്നോട്ട് വെച്ച് കാല് പുറകോട്ടില്ല, അറിയാലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മിത്രയ്ക്ക് ധൈര്യം കൊടുക്കുവാണ്. ഇന്ന സമയം ബാലന് ഗോമതി സ്റ്റോഴ്സിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മനും ആകാശും കൂടെ അങ്ങോട്ട് വന്നു. പിന്നീട് ബാലൻ ഇങ്ങനെ ആലോചിച്ചിട്ട് വെച്ചു, അല്ല എന്നും ഈ പറയുന്ന മിത്രയെ ആരും കോളേജിൽ കൊണ്ടുപോയി വിടുവാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് ധർമ്മം പറഞ്ഞു, അങ്ങനൊന്നുമില്ല, മിത്ര മീനാക്ഷിയും കൂടെ ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും പോണേ. അങ്ങനെയൊന്നും ഒരുമിച്ച് കൊണ്ടുവിടാറൊന്നും ഇല്ല എന്ന് പറയണ. അല്ല എന്ത് പറ്റി അളിയ, എന്താ അങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം എന്ന് ചോദിക്കേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചാ. ഇന്നിപ്പൊ ഞാൻ കണ്ടു അവർ രണ്ടുപേരും കൂടെ പോകുന്നേ. അത് ഈ കരിഞ്ഞ വെയിലത്ത് രണ്ടുപേരും കൂടെ പോകുന്ന കണ്ടപ്പം ആ പെങ്കൊച്ചിനെ ഇങ്ങനെ ഈ വെയിൽ വിളിക്കല്ലെന്ന് പറയണം. അതുകൊണ്ട് ഞാനങ്ങോട്ട് പറഞ്ഞു പോയതാന്ന് പറയണ. അത് കേട്ട് ഞാൻ ധർമ്മം പറഞ്ഞു, അതാണോ കാര്യം? അത് വേണം നമുക്ക് പറയാവുന്ന കാര്യമുള്ളല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ആകാശിന് ഫോൺ ബില്ലടിച്ചു. നോയി കഴിഞ്ഞപ്പോഴത്തേനും വിളിക്കുന്ന രവീന്ദ്രനാ. പെട്ടെന്ന് ധർമ്മം ചോദിച്ചു, ആരടാ നിന്റെ അമ്മായച്ചനാണോ വിളിക്കണമെന്ന് നിൽക്കും. അതേന്ന് പറയാ. തൽക്കാലത്തേക്ക് കോൾ എടുക്കണ്ട, അളിയന് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, പിന്നെ അത് മതി എന്ന് പറയണം. പിന്നെ എങ്ങാനും എടുത്താൽ മതി എന്ന് പറയണം. ആകാശ് നൈസായിട്ട് കോളം കൂടെ കട്ട് ചെയ്ത് വിടുവാണ്. ഈ സമയത്ത് രവീന്ദ്രനും ശാന്തിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. ആകാശ് കോൾ എടുത്തില്ലോ, കട്ടായല്ലോ എന്ന് പറയണം. അന്നൊരു കാര്യം, ഞാൻ ബാലനെ വിളിക്കാന്ന് പറയാം. ശാന്തി പറഞ്ഞു, അത് വേണോ? അയാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അയാളുടെ സ്വഭാവം ഇത്തിരി മുരുടെ സ്വഭാവമാന്ന് പറയണം. പിന്നെ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് എന്നാ കുഴപ്പമിരിക്കുന്നത്, ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ബാലിന്റെ നമ്പറിലേക്ക് വിളിക്കണം. പിന്നീട് ചോദിച്ചു, ഗോമതി സ്റ്റോഴ്സ് ബാലനല്ലേന്ന് ചോദിക്കണം. ബാലൻ ഇങ്ങനെ പറഞ്ഞു, അതേന്ന് പറയണം. അതെ, ഞാൻ രവീന്ദ്രനാ, മീനാക്ഷിയുടെ അച്ഛനാന്ന് പറയണം. എന്താ രവീന്ദ്രന്ന് ചോദിക്കണം. അത് പിന്നെ ആകാശ് അവിടെ ഉണ്ടോന്ന് ചോദിക്കണം. ആകാശം ഉണ്ടെന്ന് പറയണം. അതെ, ആകാശിനൊന്ന് ഫോൺ കൊടുക്കാവോന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ആലോചിച്ചു ബാലന്. പിന്നീട് ബാലനോട് രവീന്ദ്രൻ ചോദിച്ചു, അല്ല എന്താ ബാലൻ മിണ്ടാത്തെ, കടയിൽ തിരക്കാണെന്ന് ചോദിക്കണം. തിരക്കൊക്കെ ഉണ്ടെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അതെ ഇന്ന് വിളിച്ചു കുഴപ്പമില്ല, പക്ഷെ ഇനി ഇങ്ങനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചലിഞ്ചില്ല, കടയുടെ സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിരിക്കുന്നു കേട്ടോ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം രവീന്ദ്രനൊന്നും മിണ്ടിയില്ല. പിന്നീട് പറഞ്ഞാൽ ആകാശിനൊന്ന് ഫോൺ കൊടുക്കാവോ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണം. പിന്നീട് ആകാശിന് ഫോൺ കൊടുക്കണം ബാലിന്. ബാലിന് ഒട്ടുകൂടെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ. അങ്ങനെ
ആകാശ് ഫോൺ വാങ്ങി കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താ അച്ഛാ കാര്യം എന്ന് ചോദിക്കണം. അത് പിന്നെ മോൻ ഇവിടം വരെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാം. വരാന്ന് പറയണ. അല്ല ഇപ്പൊ വരുമോന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞങ്ങളെ ഇപ്പൊ തന്നെ വരണോ, കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ എന്ന് ചോദിക്കുക. അല്ല വരാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ വരാൻ പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. ആകാശം നല്ല ടെൻഷനുണ്ട്. പിന്നീട് ബാലന്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ അങ്കിളാ വിളിച്ച അവിടം വരെ അത്യാവശ്യം ചെല്ലാൻ പറഞ്ഞു പറയണം. ബാലൻ അത് കേട്ട മട്ടും ഭാവം നടിച്ചില്ല. ബാലൻ പറഞ്ഞു, അതെ രാമേട്ട ആ കടയിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചോന്ന് ചോദിക്കണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ രാമേട്ടൻ പറഞ്ഞു, എടാ അവൻ ചോദിച്ചു കേട്ടില്ലേ, അവന്റെ അമ്മായച്ചന്റെ അടുത്തേക്കോ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടേന്ന്, എന്തെങ്കിലും അത്യാവശ്യം കാണുമെന്ന് പറയണം. എന്നിട്ടും ബാലൻ മൈൻഡ് ചെയ്തില്ല. അവസാനം ധർമ്മം പറഞ്ഞു, എന്താ അടിയത്, അവൻ പോയിട്ട് വരട്ടേന്ന് ചോദിച്ചു കേട്ടില്ലേന്ന് ചോദിക്കണം. പിന്നീട് ധർമ്മനോട് പറഞ്ഞു, പോയിട്ട് വരാൻ പറ, പക്ഷെ ഇനി ഇത് മേലാൽ ആവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയണം. അങ്ങനെ ആകാശ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് ശ്രീദേവി നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ശ്രീകലയും ഉദയഭാനും ഉണ്ട്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ആ കാര്യങ്ങളൊക്കെ ശ്രീദേവി പറയുന്നത്. അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ പോയിട്ടാണ് ഗോമതി സ്റ്റോഴ്സ് ആകാശിന്റെ കയ്യിലിരിക്കുന്നു പറയണേ. ആകാശിന്റെ കയ്യിലിരിക്കുന്നോ, അതെങ്ങനെ സംഭവിക്കുന്നു ചോദിക്കാം. ആകാശ് കടയൊക്കെ പുതുക്കി പണിയുന്നതിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. ആകാശ് ഈയിടെയായിട്ട് ആകാശിന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് ഇപ്പൊ അവരെന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം വേണ്ടേ വന്നിട്ട് കട പുതുക്കി പണിയണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയണം. പെട്ടെന്ന് ഉദയഭാനു ചോദിച്ചു, അതെങ്ങനെ ശരിയാവും, ആ കടയും വീടും കണ്ടിട്ട് തന്നെ നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ, എന്നിട്ടിപ്പൊ കട നിന്റെ പേരിലേക്ക് കിട്ടില്ല എന്നുണ്ടോന്ന് ചോദിക്കണം. എന്റെ അച്ഛ അതൊന്നും ശരിയാവുന്ന കാര്യമില്ല. എടി നിന്റെ ഭർത്താവ് അവിടെയില്ലേ, ആനന്ദ്. ആനന്ദേണ്ണ പിന്നെ അച്ഛൻ പറയുന്നതിന്റെ അപ്പുറമില്ല. അച്ഛൻ എന്ത് പറഞ്ഞാലും അത് ആനന്ദേണ്ണ വേദവാക്യം എന്ന് പറയണം. എടി മണ്ടി, നീ നിന്റെ ഭർത്താവിനെ കയ്യിലെടുക്കാൻ നോക്ക്, അല്ലാതെ ഇവിടെ വന്നിങ്ങനെ പരാതിയും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാതെ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആകാശ് ആ ഗോമതി സ്റ്റോഴ്സ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ എന്തിനാണ് ഞങ്ങളങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കാം. പിന്നീട് ഉദയഭാനു ചോദിച്ചു, അല്ല ആര്യന്റെ നിലപാടെന്താ. ആര്യനും ഇത്ര ആകെപ്പാട് ടെൻഷനാണ് 2 ദിവസമായിട്ട്, മുറിയുന്ന പോലും അങ്ങനെ പുറത്തിറങ്ങാറില്ലെന്ന് പറയണേ. അതെന്താടി അങ്ങനെ പറഞ്ഞേ. എന്താണെന്നറിയത്തില്ല, എന്തോ ഒരു ടെൻഷൻ ഉണ്ടച്ചാ, ഈ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ്. രണ്ടുപേരും തമ്മിലുള്ള കുറച്ച് സംസാരമൊക്കെ ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടായിരുന്നു. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, രണ്ടുപേരും ബാധിക്കുന്ന കാര്യമാണ്. ഇന്ന് തന്നെ ആണെങ്കിലും രാവിലെ ആരോടും പറയാതെ രണ്ടുപേരും ഇറങ്ങി ഒറ്റ പോക്കായിരുന്നു. ഞാൻ ഇത്തിരി സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയുടെ കൈയും പിടിച്ച് ആരും അങ്ങോട്ട് പോയെന്നേ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞു, എടി അന്നെങ്കിലും ഒരു കാര്യം ചെയ്യ, കലക്ക വെള്ളത്തി മീൻ പിടിക്കാൻ നിന്നെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, നീ എന്തേലും ഒരു മാർഗം നോക്ക്, ഞാൻ മാക്സിമം നോക്കുന്നുണ്ടച്ചാ. ശ്രീകല പറഞ്ഞു, നിന്നെ എന്തിനു കൊള്ളാം, നിന്റെ സ്ഥാനത്ത് ഞാനൊക്കെ ആയിരിക്കണം. ആ ദേവമംഗലവും ഗോമതി സ്റ്റോർ സൂപ്പ എന്റെ കയ്യിലിരുന്നേനം. അവിടെ ചുമ്മാ അവിടെ പോയി ചിരിച്ചു കാണിച്ച് ഫുഡും കഴിച്ചിരിക്കണു. എന്റെ അമ്മ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറയണ. എടി പെൺകുട്ടികളുടെ കഴിവ് വേണം, നീ നിന്റെ കഴിവ് തെളിയിക്കുക, അല്ലാതെ അവിടെ പോയി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അവസാനം ശ്രീദേവി പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്തേലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറയണം. ഈ സമയത്ത് ആകാശ് നേരെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ രവീന്ദ്രനും ശാന്തിയും കൂടെ സംസാരിക്കുമായിരുന്നു. അപ്പം ശാന്തിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം ആകാശനെ ഇങ്ങനെ വിളിച്ചാൽ ബാലിനാണ് ഇഷ്ടപ്പെടുന്നതും കൂടെ ഇല്ല നമ്മളിങ്ങനെ വിളിക്കുന്നത്. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അതൊന്നോർത്ത് നീ വിഷമിക്കണ്ട, അധികം വൈകാതെ തന്നെ അതെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ആകാശും മീനാക്ഷി ഇവിടെ വന്ന് താമസിക്കണം, അവന് വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ട് കൊടുക്കണം, അവനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറയാം. അതൊക്കെ വല്ലതും സമ്മതിക്കുമോ, ബാലൻ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ, നോക്കാം നമുക്ക്. അതിനുള്ള പിടിപാടുകളൊക്കെ ഞാൻ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു, കണ്ടു, ഇന്നത്തോട് കൂടിയിട്ട് അതിനൊരു ആരംഭം കുറിക്കുമെന്ന് പറയണം. അങ്ങനെ അവിടെ സംസാരിക്കുമ്പോൾ ആകാശം അങ്ങോട്ടേക്ക് വന്നേ, എന്താ അങ്ങളെ, എന്താ വിളിച്ചെന്ന് ചോദിക്കാം. മോന് ബുദ്ധിമുട്ടായോ? കുഴപ്പമൊന്നുമില്ല, ബാലിന് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നി ഞാൻ വിളിച്ചല്ലേ. അങ്ങനെയൊന്നും കുഴപ്പമില്ല, അച്ഛന് കുഴപ്പമൊന്നുമില്ല അങ്കിളേന്ന് പറയണം. പിന്നീട് എന്നാ മോൻ വരാൻ പറഞ്ഞോണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോകണം. എന്താ അങ്കിളെന്ന് ചോദിക്കണം. ഒരു കീ അങ്ങോട്ട് എടുത്തു കൊടുത്തു. ഇതെന്താ അങ്കിളെ? ഇതേ ഈ കാറിന്റെ ചാവിയാന്ന് പറയണേ. ഇതെന്തിനാ എനിക്ക് തരണേ? ഇത് മോന് വേണ്ടി ഞാൻ വാങ്ങിയതാന്ന് പറയണേ. എനിക്ക് വേണ്ടിട്ടോ? ഇത് പുത്തൻവണ്ടിയാണല്ലോ. എനിക്ക് വേണ്ടിയിട്ടിതോ? എന്താ മോന് വിശ്വാസം വരുന്നില്ലേ? മീനാക്ഷി വന്നിട്ട് രണ്ടുപേരും കൂടെ വെച്ച് ഒരുമിച്ച് തരണമെന്ന് ഓർത്തായിരുന്നേ. പിന്നെ ഓർത്തു മോനെ വിളിച്ചിട്ട് തരാം, പിന്നെ മീനാക്ഷിനെയും കൂടെ വിളിച്ചാൽ മതിയല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോ ആകെപ്പാടെ ഞെട്ടിപ്പോയി. വില കൂടി ഒരു വണ്ടി വാങ്ങിച്ചിട്ടിരിക്കുന്നേ. ആകാശനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു വെപ്രാളമായിപ്പോയി. പിന്നീട് ആകാശനോട് പറഞ്ഞു, അതെ മോൻ കയറി വാ, ഇനിയിപ്പോൾ എന്താണ് മീനാക്ഷി വന്നിട്ട് മോൻ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. ആകാശം സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് പോവാം. ആ സമയത്ത് മിത്രയുടെ ഫോണിലേക്ക് വിളിക്കണം. മിത്രയുടെ ഫോണിലേക്ക് ചോദിച്ചു, നീ ഇത് എവിടെയാന്ന് ചോദിക്കണം. അതെ ഞാൻ വന്നോണ്ടിരിക്കുക. അതെ പറഞ്ഞ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടല്ലോ?
ആ ശരി ഓർമ്മയുണ്ട്. ഇപ്പൊ തന്നെ അവിടെ എത്രയെന്ന് പറയണം. ശരിയെന്ന് പറയാ. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് മിഥുന അങ്ങോട്ടേക്ക് പോവാ. ഈ സമയത്ത് മിത്ര ആര്യനോട് പറഞ്ഞു, ആര്യ എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറയാ. എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നേ? എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. പേടിക്കൊന്നും വേണ്ട, നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ്. അതിനുശേഷം ആ സ്ഥലം എത്തുന്നതിന് കുറച്ച് മുമ്പ് മിത്രനെ ഇറക്കി വിട്ടിട്ട് ആര്യൻ എന്ത് ചെയ്യണം, വണ്ടിയൊക്കെ സൈഡ് ഒതുക്കിയിട്ട് ഒരു നല്ല ഇച്ചിരി കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് കയറി ഒളിച്ചിരിക്കുകയാണ്. കാരണം മിത്രയെ കാണാവുന്ന രീതിയിൽ വേണം പോയിരിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം മിത്ര ആകെപ്പാട് ടെൻഷനില്ല. മിത്രയോട് ആര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കരുത്, കാരണം തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും സംശയം തോന്നിയാലോ. ഈ സമയം ഇതിന്റെ അടുത്ത് ശരത്തുണ്ടായിരുന്നു. അവൾ വരാൻ സമയമായി കഴിഞ്ഞപ്പോഴത്തേന് ശരത്തും അങ്ങോട്ട് മാറി ഒരു മരത്തിന് മറിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ വിറയ്ക്കുന്ന കാലുള്ളവരോട് മിത്ര മിഥുന്റെ അരിയിലേക്ക് എല്ലുവാണ്. മിത്രയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അടുത്ത് നിന്നപ്പോഴത്തേനും മിഥുൻ പറഞ്ഞു, ഹായ് മിത്ര, ഞാൻ എന്താണെങ്കിലും പ്രതീക്ഷയില്ലാട്ടോ നീ വരൂന്ന്. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. ഇന്നലെ രാത്രിയൊന്നും കിടന്നിട്ട് ഉറക്കം പോലും ഇല്ലായിരുന്നു. നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവം ഉണ്ടെന്ന്. അതുകൊണ്ടല്ലേ നീ വീണ്ടും എൻ്റെ അടുത്ത് വന്നേന്ന് പറയാണ്. അത് കേട്ടപ്പോൾ മിത്രയ്ക്ക് ആ പട പരിഭ്രാന്തിയാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ആര്യൻ അവിടെ ഒരു മരത്തിന്റെ വിടവിൽ കൂടെ ഇങ്ങനെ അവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഏത് സമയം ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിരോധിക്കാം പാകത്തിന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.